ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് കണ്ണം വന്ന സമയത്ത് ഓടിച്ചെന്ന് അവന് വിളിച്ചിട്ട് വരാം കേട്ടോ കമ്മണി. അപ്പോൾ എന്താ കാര്യം എന്നറിയാനായിട്ട് ഞാനിങ്ങനെ നോക്കാം, ഇവൾ ഇത്രയും സ്നേഹത്തിൽ കാര്യമായിട്ട് അവനെ എന്തിനാ വിളിച്ചോണ്ട് വരുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് നീ കണ്ണ ഇരിക്കുകയും ഞാനൊരു സാധനം എടുത്തിട്ട് വരാമെന്ന്. അപ്പോൾ എന്താ സാധനം എന്ന് നോക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. എന്തായിരിക്കും ഇവൾ ഈ എടുത്തോണ്ട് വരുന്നത്, സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, അവൻ്റെ പഴയ ഒരു ബോക്സിൽ അമ്മ വാങ്ങിക്കൊടുത്ത ഒരു ബലൂണാണ്, അതെടുത്ത് അവന് വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു കളിക്കാനായിട്ട്. അവൻ വന്നിട്ട് വീർപ്പിച്ച് കൊടുക്കാനായിട്ട് എന്തോ എടുത്ത് വെച്ച് സൂക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവനെ കണ്ടപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് അത് എടുത്ത് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ. അപ്പോൾ പിന്നെ ഇനി ഞാൻ വന്നിട്ട് അവന് കുടിക്കാനുള്ള എന്തെങ്കിലും ജ്യൂസ്, എല്ലാ ദിവസവും അങ്ങനെയാണേ, വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് എന്തെങ്കിലും ജ്യൂസ് ആക്കിയാണ് ആദ്യം കൊടുക്കുക. അപ്പോൾ ആപ്പിൾ ഉണ്ടായിരുന്നു, അപ്പോൾ ആപ്പിളും പാലൊക്കെ ഇട്ടിട്ട് ഒരു ഷേക്ക് പോലെ അടിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി രണ്ടാൾക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തണുപ്പോട് കൂടി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതൊരു ചെറിയ തണുപ്പിലൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. അതൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയല്ലേ കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കണ്ണ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് കൈ വെച്ചിട്ട്. അപ്പോൾ കമ്മനോട് ഞാൻ അതേപോലെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സൂപ്പറാന്ന് പറയാനായിട്ടേ ആ കൈ വെച്ച് ഇങ്ങനെ കാണിക്കാൻ അറിയില്ല. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാ ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ കൈ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും പിന്നെ സെയിം കാര്യമാണ് പുള്ളിക്കാരി അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കണ്ണം പഠിപ്പിച്ചു കൊടുത്തതാ ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കണ്ണം പറയണ പോലെയൊക്കെ ചെയ്ത് അതേപോലെ ആക്കിയൊക്കെ പുള്ളി പിന്നെ കാണിക്കാൻ തുടങ്ങിയിട്ടാ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊക്കെ കഴിച്ച് ഇനി ഇവർ കളിക്കാനായിട്ട് പോകട്ടോ. കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് പിന്നെ അടുത്ത എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത്. അത് കഴിഞ്ഞതാ ഇനി ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് കുറേ പണിയുണ്ട് കേട്ടോ എനിക്കിന്നും. വൈകുന്നേരത്തെ മുറ്റടിക്കലും പെരതൂക്കലും തുടക്കലും ഒക്കെ ഇനി ചെയ്യാൻ പോവാണ് കേട്ടോ. ആ സമയത്ത് കണ്ണൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ കളിക്കുന്നത് നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ്. അവിടെ ആകുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആയിട്ട് അവർക്ക് നന്നായിട്ട് കുറേ നേരം കളിക്കാനായിട്ടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് കൊണ്ടിട്ട് അവർക്ക് ഭയങ്കര സുഖമാണ് അവിടെ കളിക്കാനായിട്ട്. അങ്ങനെ മുകളിലേക്ക് എല്ലാവരെയും കൂടി കയറ്റി വിട്ടിട്ട് പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പെരയും മുറ്റമൊക്കെ അടിച്ച് തൂത്തൊക്കെ വാരി കഴിയുമ്പോഴത്തേക്കും വിളക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കും. എന്നിട്ട് വന്നിട്ടാണ് ചായ കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഫ്രീ ആയിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ആദ്യം തന്നെ വീടൊക്കെ ഒന്ന് തൂത്തിട്ട് പിന്നെ തുടക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചായക്ക് ഞാൻ പഴംപൊരിയും മീറ്റ് റോളും ആണ് വാങ്ങി വെച്ചിരുന്നത് ഇവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ കഴിക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പഴംപൊരി തന്നെ കഴിക്കാം, അതാണ് നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ പഴംപൊരി എടുക്കാം. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവർക്ക് മീറ്റ് റോൾ ആണെങ്കിലും ഇഷ്ടം. ഞാനത് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഇടി വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പഴംപൊരി കഴിച്ചിട്ട് അതവിടെ വെച്ചിട്ടാ. അങ്ങനെ വെള്ളവും കുടിച്ച് ഇന്ന് ചായ ഇടുന്നില്ല, അമ്മ ഉണ്ടായില്ല. അപ്പോൾ അമ്മക്ക് വേണ്ടിയിട്ടാണ് ചായ ഇടുന്നത്. അപ്പോൾ അമ്മയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞ് ഞാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇനി ട്യൂഷൻ എടുക്കാനായിട്ട് തുടങ്ങിയിട്ട് 5 മണിക്ക് തുടങ്ങും. അപ്പോൾ ഇനി ട്യൂഷനൊക്കെ എടുക്കട്ടെ. അത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ